എല്ലാവർക്കും വള്ളുവലാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പോൾ ബർത്ത്ഡേയുടെ പിറന്നാളാണ് മറ്റന്നാൾ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. അപ്പോൾ വൈമാളിൽ പോയി ഡ്രസ്സൊക്കെ എടുത്ത് കാണപ്പോൾ വന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഓൺ ദ വേയിൽ എന്താ പറയുക, ഞങ്ങളുടെ അടുത്ത് തന്നെ ചെറുനാട്ടിൻ്റെ അടുത്ത് തന്നെ ഇടമുട്ടത്ത് ഫ്യൂസോ എന്ന് പറഞ്ഞ ഒരു സൂപ്പർ ഫുഡിൻ്റെ ഐറ്റംസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവരുടെ ടർഫുണ്ട് കേട്ടോ, അവരുടെ ടർഫുണ്ട്. അതുകൂടാതെ ഫുള്ള് ഓപ്പൺ ആയിട്ടില്ല, ഓരോരോ കടകളായിട്ട് ഓപ്പൺ ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോരോ കടകളായിട്ട് പരിചയപ്പെടാം. സൂപ്പറാണ് ഇവിടുത്തെ ഫുഡ്. ഞങ്ങൾ മുൻപ് വന്ന് കഴിച്ചിട്ടുണ്ട്, അത് നിങ്ങളെയും കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സൂപ്പറായിട്ട് നമുക്കത് ചെയ്യാം. അപ്പോൾ കട പീസ് ഹൗസ്. അവിടെ അടുത്ത് നമുക്ക് ആ ചങ്ങാതിയോട് ചോദിക്കാം. ലഡു എന്ന യൂട്യൂബ് ചാനലാണ് വരുന്നത്. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ സൂപ്പറായി നമ്മൾ ട്രൈ ചെയ്തപ്പോൾ സൂപ്പറായിട്ടുണ്ട്, ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ വീണ്ടും വന്ന് നമ്മൾ കഴിക്കാൻ ആഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് പേര് പറയും. ഹാഷിം. ഓക്കെ ഓക്കെ. അപ്പം നോക്കിയപ്പോൾ ഹലോ, പേര് പറഞ്ഞോളൂ. മുഹമ്മദ്. നമ്മൾ ഇവിടെ ഇടമുട്ടത്തിന് കൊടുങ്ങല്ലൂർ അല്ലേ? നമ്മള് കൊടുങ്ങല്ലൂർ അല്ലേ? കൊടുങ്ങല്ലൂർ അല്ലേ? നോക്കിയപ്പോൾ ഇവിടെ എന്തൊക്കെ ഫുഡ് സ്പെഷ്യൽ ആയിട്ടുള്ളത്? നമ്മുടെ സ്പെഷ്യൽ നമ്മുടെ ചൈനീസ് ആണ് ഫുള്ള്. ഫ്രൈഡ് റൈസ്, അതുപോലെ തന്നെ നൂഡിൽസ്, ചിക്കൻ്റെ പല വെറൈറ്റീസ് ഉണ്ട്. നമ്മുടെ മെയിൻ സ്പെഷ്യൽ എന്ന് പറയുന്നത് ചിക്കൻ അഫ്ഗാനി, അതുപോലെ ചിക്കൻ പാട്ടിയല്ല. പിന്നെ സ്പെഷ്യൽ ഡ്രൈ ഫ്രൈ ഉണ്ട്, അത് ചിക്കനിലുണ്ട് ബീഫിലുണ്ട്. പിന്നെ സിംഗപ്പൂർ ഫ്രൈഡ് റൈസ്, അമേരിക്കൻ ചോപ്സ്, ഇതെല്ലാം നമ്മുടെ ഫേവറേറ്റ് ആണ്. സിംഗപ്പൂർ ഫ്രൈഡ് റൈസ് സാധാരണ ഫ്രൈഡ് റൈസ് ആകുമ്പോൾ നൂഡിൽസ് ഡ്രൈ യൂസ് ചെയ്യാറില്ല. സിംഗപ്പൂർ ഫ്രൈഡ് റൈസ് ആകുമ്പോൾ അതിനകത്ത് നൂഡിൽസിൻ്റെ ഡ്രൈ ഉണ്ട്. നമുക്ക് കാണാൻ പറ്റുമോ? ഓ തീർച്ചയായും. ഇതാണ് അഫ്ഗാനി ചിക്കൻ എന്ന് പറയുന്നത്, സ്പെഷ്യലാണ്. ഓക്കെ ഓക്കെ. ഇതാണ് അഫ്ഗാനി ചിക്കൻ. സൂപ്പറാണല്ലോ. ഞാൻ എന്തായാലും ടേസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞങ്ങൾക്ക് ജസ്റ്റ് ഭയങ്കര സംഭവം കാണാൻ തന്നെ ഒരു രസമുണ്ടല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളിയുണ്ട്. അവരാണല്ലേ പാചകക്കാര്? അപ്പം നോക്കിയപ്പോൾ അവരെ നമുക്ക് ചോദിക്കാം. ചേച്ചിയുടെ പേരെന്താ? ശ്രീദേവി. ഓക്കെ. ചേട്ടൻ്റെ പേരെന്താ? ചന്ദ്രൻ. ഓക്കെ. അവിടെ നമ്മൾ വീട് അടുത്ത് തന്നെ. അപ്പോൾ നമുക്ക് ലൈവായിട്ട് കാണാം, അവർ ചെയ്യണ കാര്യങ്ങളൊക്കെ ലൈവായിട്ട് കാണാം. സിംഗപ്പൂർ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പറ്റുക അല്ലേ ചേട്ടാ? സിംഗപ്പൂർ ഫ്രൈഡ് റൈസ് സിംഗപ്പൂർ ഫ്രൈഡ് റൈസ് ആണ്. സാധാരണ ഫ്രൈഡ് റൈസിൽ നിന്നും വെറൈറ്റി ആയിട്ടാണ് ചെയ്യാൻ പോണത്. ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സാധാരണ ഫ്രൈഡ് റൈസിൽ ഉപരി നമ്മുടെ നൂഡിൽസൊക്കെ ഭയങ്കര സെറ്റപ്പ് കുക്കിങ്ങൊക്കെയാണ്. കാണാൻ തന്നെ ഭയങ്കര രസമാണ്. മുട്ട ഒഴിച്ചല്ലേ? ചിക്കൻ, പിന്നെ ക്യാപ്സിക്കം, അങ്ങനത്തെ പിന്നെ വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീൻസ്, അങ്ങനെ വെജിറ്റബിൾസ് ഇട്ടു. ഇതാണ് കാര്യങ്ങളൊക്കെ. റൈസ് ഇട്ടു. വല്ലൂലാട് ഞാൻ അതിൻ്റെ തരാം. ഇതാണ് എന്താ പറയുക സിംഗപ്പൂർ ഫ്രൈഡ് റൈസിന്റെ പ്രത്യേകത. നൂഡിൽസ് ഫ്രൈ ആയിട്ടിട്ടു. കണ്ടില്ലേ സിംഗപ്പൂർ ഫ്രൈഡ് റൈസിന്റെ
രീതികളൊക്കെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന പോലെ തന്നെ അതിൻ്റെ കൂടെ എന്താ പറയുക നമ്മുടെ നൂഡിൽസ് ഇട്ടു കുറേ മസാലകൾ ഞങ്ങൾക്ക് ഇടുന്നുണ്ട്. അതൊക്കെ അവരുടെ മസാലകളാണ് അല്ലേ സ്പൈസി തോന്നുന്നു അല്ലേ. സൂപ്പറായില്ല അത് ഉണ്ടാക്കുന്ന കാണുമ്പോൾ. പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മറ്റേതെവിടെ വെച്ചു? ഗാർണിഷ് ചെയ്യാവര്. ചിക്കൻ പാട്ടിയാല ഉണ്ട്. അതിപ്പോ എന്താ പറയാ കഴിഞ്ഞിരിക്കാണ്. പിന്നെ ഇനി വരുമ്പോ എന്തായാലും അത് ചിക്കൻ പാട്ടിയാണ് നമുക്ക് സൂപ്പറാക്കാം. അങ്ങനെ കുറേ വിഭവങ്ങളുണ്ട് കേട്ടോ. കുറേ വിഭവങ്ങളുണ്ട്. ബീഫിൻ്റെ ഉണ്ട്, പിന്നെന്താ പറയുക ഫിഷിൻ്റെ ഉണ്ട്, എല്ലാത്തിനും ഉണ്ട്. സാത്ത് ബ്രെഡ്, റൈസ്, ചിക്കൻ സൂപ്സ് കുറേ ഉണ്ട്. എന്തായാലും നമുക്കിത് രുചിച്ച് നോക്കാം, ടേസ്റ്റ് നോക്കാം കേട്ടോ. കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സംഭവം ഉണ്ട് അല്ലേ. അപ്പോൾ അതെ അവരുടെ തന്നെയാണ് അവരെ ടർഫ്. പിന്നെ അതിനോടനുബന്ധിച്ചിട്ട് ഓരോരോ കടകളൊക്കെ ആയിട്ടുണ്ട്. എന്തായാലും സൂപ്പർ സെറ്റപ്പാണ്, നല്ല ആംബിയൻസ് ആണ്. നമുക്കിരുന്ന് ഭക്ഷണം കഴിക്കാം. അതുകൂടാതെ തന്നെ എന്താ പറയുക കളികൾ കണ്ടിട്ടൊക്കെ എൻജോയ് ചെയ്യാം. എല്ലാവരും കളി കാണാനൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോവാം. ഹായ്, ഹലോ, ഞാനൊരു യൂട്യൂബറാണ്. വല്ലൂലാട് യൂട്യൂബ് ചാനലാണ്. അപ്പോൾ ഓക്കെ, നിങ്ങളൊക്കെ എവിടെയാണ്? അടുത്തുള്ള തന്നെയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ കളി കാണാനാണോ ഫുഡ് അടിക്കാനാണോ വന്നിരിക്കുന്നത്? രണ്ടും നടക്കാമല്ലോ അല്ലേ. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞേ. എന്താ പേര്? അവിടെ നിഹാൽ, അവിടെ അനുരാഗ്. അവിടെ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എന്തായാലും എൻജോയ് ചെയ്യും. ഫുഡൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടല്ലേ. അപ്പോൾ ഞങ്ങളെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. എല്ലാവരും വല്ലൂലാടൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിന് അടുത്ത പ്രാവശ്യം ഞങ്ങൾ വീഡിയോ ഇടുമ്പോൾ കാണാം കേട്ടോ. അതേ കുറേ ചേട്ടന്മാരൊക്കെ ഇത് കളിക്കാവുന്നവരാ അല്ലേ? ഹലോ, കളി കഴിഞ്ഞാ ഉണ്ടല്ലേ? കളി കഴിഞ്ഞാ ഉണ്ടല്ലേ? ഫുഡ് അടിക്കില്ലേ? ഉണ്ടല്ലേ? ഇവിടെ ഈ ഷോഡ് ഉണ്ട് അല്ലേ, പണ്ടത്തെ ഗോലി സോഡ കേട്ടാ. ഇതിന് എത്ര വില? 15 രൂപ. എങ്ങനെയുണ്ട് അതിന്റെ ഫ്ലേവർ? ഉണ്ടല്ലേ? ഉണ്ടല്ലേ? നമ്മളെ പേരെന്താ? ഗോകുൽ. എവിടെ വീട്? നമ്മളെയോ? എവിടെ വീട്? ഇടമുണ്ടല്ലേ? ഓക്കെ. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു. എന്താ കളി കണ്ടില്ലേ? ഇവിടെ കുറച്ച് ചങ്ങാതിമാരുണ്ട് കേട്ടോ. കുറച്ച് ഹായ് എന്ന് പറഞ്ഞാൽ എല്ലാവരും എവിടെയാ? നമ്മൾ എവിടെ തന്നെയാ? ഞങ്ങൾ ചന്ദ്രാപ്പിനി. സൂപ്പർ ആംബിയൻസ് ഒക്കെ അടിപൊളിയാണല്ലോ. ഫുഡ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴിക്കുകയും ചെയ്യാം. എന്താ പേര്? പ്രണവ്. നിഷാദ് അല്ലേ? ഞങ്ങൾ വല്ലൂലാടു യൂട്യൂബ് ചാനലാണ് കേട്ടോ. വല്ലൂലാടു. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പൊ കാണാം. ഞങ്ങൾ ചന്ദ്രാപ്പിനുള്ളതാ. പണിക്കന്മാരില്ലേ അവിടെ? സ്കൂളില്ലേ പണിക്കന്മാരാണ്. അപ്പൊ ഓക്കെ ഓക്കെ, ബൈ. എല്ലാവരും കണ്ടില്ലേ? സൂപ്പറായിട്ടുണ്ട്. കളിക്കുന്നുണ്ട്. ഹലോ, ഹായ്, ഞാൻ വല്ലൂലാട് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ കളി കാണാനാണോ ഫുഡ് അടിക്കാനാണോ വന്നിരിക്കുന്നത്? കളി കാണാൻ അല്ലേ? ഇവിടെ കളിക്കൊക്കെ എങ്ങനെയാ റേറ്റും കാര്യങ്ങളൊക്കെ? 1200. 1 മണിക്കൂറാ? എത്ര പേര് കളിക്കുക? 12 പേർക്ക് അല്ലേ? നിങ്ങൾ 12 പേരില്ലല്ലോ ഇപ്പോൾ? വരും ഉണ്ടല്ലേ? നമ്മളെ പേരെന്താ? നമ്മളെ
അവിടെ ഒന്ന് കണ്ടേ അവിടെ വീട്ടുകാരെ അറിഞ്ഞിട്ടല്ലേ വന്നിരിക്കുന്നത്. അവിടെ ചാനലിന്റെ പേര് വല്ലു ലാഡു. വല്ലു ലാഡു. സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങളെന്നൊക്കെ കാണാം യൂട്യൂബ് ചാനല്. അപ്പൊ വല്ലു ലാഡു VALLU ലാഡു. അപ്പൊ ഇപ്പൊ തന്നെ സെർച്ച് ചെയ്യും. അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ ഓക്കെ ബൈ. എല്ലാവരും ബൈ പറഞ്ഞേ. ഓക്കെ ബൈ. അടിപൊളിയാക്കിട്ടാ. അപ്പൊ എന്തായാലും ജയിക്കട്ടെ കേട്ടാ. ഞാൻ കഴിച്ചു നോക്കട്ടെ. അപ്പോൾ ജസ്റ്റ് നിങ്ങളിവിടുത്തെ വിശേഷമൊക്കെ കണ്ടില്ലേ? അപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് സിംഗപ്പൂർ ഫ്രൈഡ് റൈസും പിന്നെ അഫ്ഗാനി ചിക്കനും അതെങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് കഴിച്ചോ നോക്കട്ടെ ടേസ്റ്റ്. ഞങ്ങൾ എല്ലാം കൂടിയിട്ട് ഓരോന്നോരോന്ന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കുറേ വരാനുണ്ട് ചെയ്യണത്. അപ്പോൾ കുറേ വരാനുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് കഴിക്കാനും പറ്റില്ലല്ലോ. അപ്പോൾ നോക്കിയിട്ട് എന്തായാലും പറയാം. വെറൈറ്റി ഉണ്ടോ? എന്താ പറയാ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ ആ എന്താ നൂഡിൽസ് ഫ്രൈ ആയിട്ടുള്ളത് അത് കടിക്കുമ്പോൾ നല്ല രസമുണ്ട്. ഇതല്ലേ ഭദ്ര കഴിച്ചു നോക്കി. ഇനി അഫ്ഗാനി ചിക്കൻ. അഫ്ഗാനി ചിക്കൻ നോക്കിയാൽ സൂപ്പറായിട്ട് നമ്മുടെ മുട്ട ആയിട്ടെടുത്തു. നന്നായിണ്ടാ? അടിപൊളി. പ്രത്യേക റെസിപ്പി അല്ലേ? അപ്പോൾ വലിയ പീസാണ്. അപ്പോൾ എന്തായാലും ഞാൻ സൂപ്പർ. എങ്ങനെയുണ്ട് കാർത്തിക? സൂപ്പർ. കഴിച്ചേ? കാലി കഴിച്ചേന്ന്? റേറ്റ് ഉണ്ടാ? അടിപൊളിയുണ്ട്. അപ്പോൾ പ്രസാദം ഒന്ന് കഴിച്ചു നോക്ക്. അപ്പോൾ നമ്മുടെ അഫ്ഗാനി ചിക്കനും പിന്നെ എന്താ പറയുക സിംഗപ്പൂർ ഫ്രൈഡ് റൈസും ഈ പ്രസാദം കഴിച്ചു നോക്കണം. നോട്ടേട്ടാ. അഫ്ഗാനി ചിക്കൻ സൂപ്പറായിട്ട് അല്ലേ? എഗ്ഗൊക്കെ ഉണ്ട്. എഗ്ഗുണ്ട്, ചിക്കനുണ്ട്, ചിക്കനുണ്ട്. ആ ഫ്രൈഡ് നല്ല രസമുണ്ട് അല്ലേ കഴിക്കാൻ? ഫ്രൈ ചെയ്തിട്ട് കഴിക്കുമ്പോൾ കണ്ട നല്ലതുണ്ട്. എല്ലാം കൂടി ഒരു പ്രത്യേക വെറൈറ്റി ഉണ്ട്. കണ്ട അടിപൊളി. സൂപ്പറായിട്ട് അല്ലേ? അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഒന്ന് കഴിക്കട്ടെ. അത് നോക്കട്ടെ. ചിക്കൻ ചിക്കൻ നോക്കിയേ. മുട്ട അടിപൊളിയുണ്ട് അല്ലേ? വേറൊരു സ്റ്റൈൽ അല്ലേ? ഓക്കെ. മുട്ടയുണ്ട്, ചിക്കനുണ്ട്, പിന്നെ സലാഡും ഉണ്ട് കേട്ടോ. പിന്നെ അടിപൊളിയുണ്ട് അല്ലേ? അപ്പോൾ ഞങ്ങൾ എന്തായാലും കഴിക്കട്ടെ കേട്ടാ. ഓക്കെ. സിംഗപ്പൂർ ഫ്രൈഡ് റൈസും അഫ്ഗാനി ചിക്കനും ഒരു രക്ഷയില്ല. സൂപ്പർ ടേസ്റ്റ്, സൂപ്പർ ടേസ്റ്റ്. ഞാൻ ലൈഫിൽ കഴിച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സൂപ്പറായിട്ടുണ്ട്. എന്തായാലും ചേട്ടാ ചേച്ചി എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ വീണ്ടും വരും. ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും വരും. അപ്പോൾ ഓക്കെ. അപ്പോൾ ഞങ്ങൾ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഞങ്ങൾ വീഡിയോസ് കാണാം. സൂപ്പറായി. ഇനി വെറൈറ്റി ടേസ്റ്റ് ഇനിയും പരീക്ഷിക്കാൻ ഞങ്ങൾ വരും കേട്ടോ. ഇനി വേറെ ടേസ്റ്റ് നോക്ക്. ഹലോ സൂപ്പറായിട്ട് കേട്ടാ. അടിപൊളിയുണ്ട്. സൂപ്പറായിട്ടുണ്ട് കേട്ടാ. അതൊക്കെ ഞങ്ങൾ വരുന്നുണ്ട്. ഞങ്ങൾ ഒരു ഇടയ്ക്കിടയ്ക്ക് വന്ന് എടുത്തു പോവാ. ഓക്കെ. എന്റെ പേര് വല്ലു. ഓക്കെ. അപ്പോൾ താങ്ക് യു. ഫീസ്റ്റ് ഹൗസിൽ നിന്ന് ഫുഡ് കഴിച്ചു. ഇനി ജസ്റ്റ് നമ്മൾ എന്താ പറയുക മല്ലൂസ് മക്കാനി. അപ്പോൾ മക്കാനി ഐറ്റംസിൽ കുറേ സൂപ്പറാണ് കേട്ടോ. ഇവിടുത്തെ ദോശയൊക്കെ അടിപൊളിയാണ്. ഇതിന് മുമ്പ് ഞാൻ വന്നിട്ട് കഴിച്ചിട്ടുണ്ട്. സൂപ്പറാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ വേറെ സ്പെഷ്യലായിട്ട് നമുക്ക് വേറെ ചങ്ങാതിനെ കാണാം. ഹായ്.
ഹലോ, എൻ്റെ പേര് അൻസിൽ അൻസിൽ. ഓക്കെ ഓക്കെ. എവിടെയാ വീട്? പേരെന്താ? എവിടെ തന്നെ ഇടപെടുക? ഓക്കെ, നമ്മളിവിടെ തന്നെയാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഞാൻ മക്കാണി ദോശ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും കൂടി അതാണോ ഉണ്ടാക്കാൻ പോകുന്നത്? ഞങ്ങൾക്ക് മക്കാണി ചിക്കൻ സാൾട്ട് ആൻഡ് പെപ്പർ എടുക്കാം. ഏത് ടേസ്റ്റ്? സാൾട്ട് ആൻഡ് പെപ്പർ എടുക്കാം. കുറച്ച് വെറൈറ്റി സാധനമാണ്. വെറൈറ്റി അല്ലേ? അപ്പോൾ ഓക്കെ. സാൾട്ട് ആൻഡ് പെപ്പർ ബീഫാണോ? ബീഫ് വേണ്ട, ചിക്കൻ ഇടാം. ചിക്കൻ. അപ്പോൾ ചിക്കൻ മതി. അപ്പോൾ ചിക്കൻ സാൾട്ട് ആൻഡ് പെപ്പർ ദോശ. ചേട്ടൻ്റെ പേരെന്താ? രാജേട്ടൻ. രാജൻ്റെ വീട് എവിടെയാ? ആ, കുറെ കൊടുങ്ങല്ലൂർക്കാരുണ്ടല്ലേ നമ്മളെ. ഇവിടുത്തെ മക്കാനി ദോശ സൂപ്പറാണ്. അപ്പോൾ കഴിച്ച കണ്ട ആൾ പറഞ്ഞു ഇനിയിപ്പോൾ എന്തായാലും വേറെ സൂപ്പറായിട്ട് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ളത് അതൊന്ന് നോക്കാൻ പറഞ്ഞു. ഈ ദോശ ഉണ്ടാക്കി എന്തൊക്കെയോ കുറേ വരെ മസാലകളൊക്കെ ഉണ്ട്. അതൊന്നും നമുക്ക് പറഞ്ഞു തരില്ല. അതൊക്കെ അവരെ മാത്രം ഉണ്ട്. പറഞ്ഞു തന്നു കഴിഞ്ഞാൽ പിന്നെ അതെ 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 അതെ. എന്തായാലും സൂപ്പറായിട്ട് കേട്ടോ. എനിക്ക് മക്കാനി ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സാധാരണ പിള്ളേർക്കൊന്നും ദോശ ഐറ്റംസ് ഒന്നും ഇഷ്ടം നല്ല നല്ല അതുപോലെ കുത്തു പൊറാട്ടില്ലേ? ഉണ്ട് അല്ലേ? ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഉണ്ട് അല്ലേ? നമ്മളത് ആദ്യം ട്രയൽ ചെയ്തിട്ടാണ് അതിനുശേഷം ഉണ്ട് അല്ലേ? അതിൻ്റെ ഐഡിയാസ് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കുത്തു പൊറാട്ട സൂപ്പറായിരുന്നു ഇവിടെ. ഇത് നമ്മളെ നമ്മൾ അത്യാവശ്യം ബുദ്ധിയാണ്. ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. മുമ്പ് ഹോട്ടലോ കാര്യങ്ങളൊക്കെ കഴിക്കുന്നുണ്ടായിട്ട് ഞാനൊരു ഇതാണ് കേക്ക് മേക്കറാണ്. നമ്മൾ നമ്മുടെ ഐഡിയ പുള്ളിക്ക് ഷെയർ ചെയ്ത് പുള്ളിയുടെയും കൂടി കോൺട്രിബ്യൂഷൻ. ഓക്കെ 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 ഓക്കെ. എന്തായാലും സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ കുറേ എന്തൊക്കെയോ മസാലകളും എന്തൊക്കെയോ ഇട്ടു. ദേ പിന്നെ മുട്ട ഇട്ടു. പക്ഷേ അത് എടുക്കണം. ഇത് ചിക്കനാണ് അല്ലേ? ചിക്കൻ ഇടിയിറച്ചിയാണ്. ചിക്കൻ ഇടിയിറച്ചി. ഓക്കെ ഇടിയിറച്ചി. ഓ, മുട്ട ഇട്ടു, അതിൻ്റെ മീതെ ചിക്കൻ ഇടിയെ ചേർത്തു. ഇടിയിറച്ചി, സാൾട്ട് ആൻഡ് പെപ്പർ. സാൾട്ട് ആൻഡ് പെപ്പർ. വെജീസ് വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട് അല്ലേ? അപ്പോൾ മുട്ട വന്നു, ചിക്കൻ വന്നു, ഇതിപ്പോൾ വെജിറ്റബിൾസ് വന്നു, പിന്നെ ചീസ് വന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ആ സൂപ്പറാണല്ലോ. പിള്ളേരെ കയ്യിലടക്കാനുള്ള ഒരു ഐറ്റംസ് ടേസ്റ്റാണ്. വളരെ ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. അല്ലേ? ഈ ദോശ കഴിക്കുമ്പോൾ സ്ഥിരം കഴിക്കുന്ന ദോശയിൽ നിന്ന് മാറിയിട്ട് ഓക്കെ ഓക്കെ ഓക്കെ. വെറൈറ്റി തന്നെ കൊടുത്താൽ ഇപ്പോൾ നമ്മളിവിടെ ചെയ്തിട്ടുള്ള എല്ലാ ദോശ കഴിക്കാം. നോർമൽ ദോശ ഒന്നും തന്നെ നമ്മൾ സ്ഥിരം സാധനം ചെയ്തിട്ടില്ല. എല്ലാം നോർമൽ മസാല ദോശ പോലും നമ്മൾ പനീർ ഇടാനായിട്ടുള്ളതാണ് ചെയ്തത്. രാജേട്ടൻ്റെ മടക്കൽ എന്ന ഒരു പ്രത്യേക രസമുണ്ട്. സൂപ്പറായിട്ടുണ്ട്. സാധാരണ മടക്കൽ പോലെയല്ല. അല്ല, അതും വെറൈറ്റി. ഓ, അതിൻ്റെ മീത് എന്താ? ഇത് പനീറാണ്. പനീർ. ഓ, ഇതാണല്ലോ അല്ലേ? റിച്ച് ആണല്ലോ അല്ലേ? എന്തൊക്കെ ഒന്ന് ചീസ് വന്നു. മയോണ്, അത് മിക്സഡ് ആണ്. മയോണൈസ് മയോണ്, പക്ഷെ അത് മിക്സഡ് ആണ്. അതെ. നമ്മളെ ഫ്രഷ് മസാല മിക്സ് ചെയ്തിട്ടുള്ള മയോണ്. സോസ് മയൊന്നും സ്ഥിരം ദോശക്കാരും നമ്മൾ കൊടുക്കാത്തത്. ട്രൈ ചെയ്ത് നമുക്ക് ഇഷ്ടമായിട്ടുള്ള സെറ്റാണല്ലേ? അപ്പോൾ നോക്കി കുറേ ഐറ്റംസ് ഉണ്ട്. എന്താ പറയുക, വെജിറ്റബിൾ ഉണ്ട്, പിന്നെ ചിക്കൻ ഉണ്ട്, എഗ് ഉണ്ട്, പിന്നെ എന്താ പറയുക ചീസ് ഉണ്ട്, മയോണൈസ് ഉണ്ട്, പനീറുണ്ട്. ഹെവി ആയിട്ടുള്ളതാണ് കേട്ടോ. റിച്ച് ആൻഡ് ഹെവിയാണ്. ഹെവി ദോശയാണ്. ആ സൂപ്പർ. നോക്ക്, വീട് പോലെ അല്ലേ? ഓ അമ്മ സൂപ്പറായിട്ടുണ്ട്. അതുപോലെ ഇവിടുത്തെ സർബത്തില്ലേ, എന്താ സ്പെഷ്യല്? അത് എത്ര എണ്ണ? 2 എണ്ണം. ആ രണ്ടുണ്ട്. സർബത്തിൽ സർബത്ത്. സ്വർഗത്തിലെ സർബത്ത് എന്ന് പറഞ്ഞ ഇതുണ്ട്. അതുപോലെ ദോശയുടെ ഫുൾ ഇതാണ് ദോശ. പെപ്പർ, സാൾട്ട് ആൻഡ് പെപ്പർ അല്ലേ? സാൾട്ട് ആൻഡ് പെപ്പറാണ്. ഇത് എഗ് മീറ്റ് ആണ്. കണ്ട നോക്കി, ഒരു വീടിന്റെ ഷേപ്പൊക്കെയാ. കണ്ട സാൾട്ട് ആൻഡ് പെപ്പർ. ഷേപ്പ് ഓ, അറിയുന്നുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഒരു വീടിന്റെ മേൽക്കൂര പോലെ മുകളില് സ്ഥിരം കൊടുക്കുന്ന പോലെ ചമ്മന്തി കാര്യങ്ങളല്ല. മയോ ആണ് ഇതിന്റെ ഡിപ്പ് മെയിൻ ആയിട്ട് വരുന്നത്. സ്പെഷ്യൽ ചമ്മന്തിയാണ്. ചമ്മന്തി. ഇത് സ്പെഷ്യൽ ചമ്മന്തി. അതുപോലെ ഇത് മയോണൈസ്. കണ്ടാ? ഇതാണ് നമ്മളുടെ ആ, സ്വർഗത്തിലെ സർബത്ത്. സർബത്തിലെ സ്വർഗത്തിലെ സർബത്ത്. ആ, ഇതാണ് സ്വർഗത്തിലെ സർബത്ത്. അത് സ്പെഷ്യലായിട്ടോ ഇവിടുത്തെ സ്വർഗത്തിലെ സർബത്ത്. ഇത് മിൽക്കാണ് അല്ലേ?
അത് വരുന്നത് റുഹബ്സാണ്. റുഹബ്സ് ഉണ്ട്. റുഹബത്ത് കസർബത്ത് കിട്ടുന്നുണ്ട് ഡൽഹിയിലൊക്കെ. അതിൻ്റെ കണ്ടല്ലോ. നന്നായില്ല. അപ്പൊ നമുക്കിത് കഴിച്ചിട്ട് ഇതാവാട്ടെ. ഓക്കെ ഓക്കെ. എങ്ങനെയുണ്ട് കളിയെ കഴിക്കി? എങ്ങനെയുണ്ട്? പറയാനില്ല. കറക്റ്റ് സ്റ്റഫ് ചെയ്ത് വെച്ചാൽ ചിക്കനും ചെറുതായിട്ടൊന്ന് മയോണൈസിൽ മുക്കിയിട്ട് അതുപോലെ എങ്ങനെയുണ്ടല്ലോ? സൂപ്പറായിട്ടുണ്ട്. എന്തൊക്കെയോ കിട്ടുന്നുണ്ട്. വെറൈറ്റി സംഭവം അല്ലേ? ഇത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലായി അടിപൊളിയുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറെ വെറൈറ്റികളുണ്ട്. സൂപ്പറാണ് കേട്ടാ. കുറേ വെറൈറ്റി മക്കാനി ദോശ അല്ലേ? പിന്നെ അത് മാത്രല്ല ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഉണ്ട് കേട്ടോ. ഉണ്ട്. ക്വാളിറ്റി നമ്മൾ കാശ് കൊടുക്കേണ്ട രീതിയിലുള്ള ഇഷ്ടം പോലെ മുതലാവും. വയറിനറിയും. കാരണം ഇപ്പൊ കണ്ടില്ലേ, ഞങ്ങൾ നേരത്തെ ഒരു എന്താ പറയാ സിംഗപ്പൂർ ഫ്രൈഡ് റൈസും ഇതും കഴിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ വയറ് നിറഞ്ഞു. അപ്പൊ ഞങ്ങൾ എല്ലാം കൂടി പറഞ്ഞില്ല, കഴിക്കാൻ പറ്റുന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കട്ടെ, ഒന്ന് നോക്കി നോക്കട്ടെ. മുട്ട എടുത്തു മയോണൈസ് അപ്പുറത്തല്ലോ. ഓക്കെ. വെറൈറ്റിയിലെ ഭയങ്കര പക്ക വെറൈറ്റി എന്ന് പറഞ്ഞാലും പോരാ. അത് സ്വർഗത്തില് സർബത്താട്ടാ. എങ്ങനെയുണ്ട് മക്കളെ? അടിപൊളിയാ? മറ്റേ കഴിച്ചില്ലേ? സർബത്ത് നന്നായിട്ടുണ്ട് അല്ലേ? അപ്പൊ ഞങ്ങൾ കഴിക്കട്ടെ കേട്ടാ. ചിക്കൻ സൂപ്പറായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ്. അപ്പോൾ ആരും കഴിക്കാത്തൊരു ഫ്ലേവറും ടേസ്റ്റാണ്. ചേട്ടാ രാജേട്ടനല്ലേ? രാജേട്ടൻ്റെ സൂപ്പർ കളവിതാണ്. രാജേട്ടൻ്റെ ഇത് ബീഫാണ് വേറെ ഉണ്ടാക്കുന്നത്. രാജേട്ടൻ ഒന്നും കാണിക്കുന്നതാ. ചേട്ടൻ്റെ ബീഫൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ചിക്കനാണ് ഉണ്ടാക്കുന്നത്, ഇത് ബീഫാണ് ചേട്ടൻ ഉണ്ടാക്കുന്നത്. ഇത് ഇടി ഇറച്ചി തന്നെയാവൂല്ലേ? ബീഫിൻ്റെ ഒരു എന്തൊക്കെയോ സ്പെഷ്യലൈസ്ഡ് ആയിരുന്നു. അടിപൊളി. എന്തായാലും അത് സൂപ്പറായിട്ട് ഇനി വിജയിക്കട്ടെ. എന്തായാലും വിജയിക്കും, ഉറപ്പ് തന്നെയാണ്. കാരണം സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ ഇനി ഞാൻ അടുത്ത് ഓർഡർ ചെയ്തിരിക്കുന്നതെന്നറിയാം സെറ്റാണ്. എല്ലാവരും എന്താ പറയുക, കൊത്ത് പൊറോട്ട കഴിച്ചിട്ടുണ്ട്. കൊത്ത് ദോശ അങ്ങനെ കഴിച്ചിട്ടില്ലല്ലോ. കൊത്ത് ദോശ ഒരു വെറൈറ്റി അല്ലേ? ഞാൻ കഴിച്ചിട്ടില്ലേ കൊത്ത് ദോശ. അപ്പോൾ നെക്സ്റ്റ് ഓർഡർ പറഞ്ഞിരിക്കുന്നത് കൊത്ത് ദോശയാണ്. നമുക്ക് എന്തൊക്കെ കഴിക്കാൻ പറ്റും നോക്കിയിട്ടാണ് നമ്മളത് ചെയ്യണത്. ഒരുമിച്ചിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കാൻ പറ്റിയില്ലെങ്കിലോ. അപ്പോൾ 1 by 1 ആയിട്ട് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ ഇതിനടുത്ത് കൊത്ത് ദോശയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും സാൾട്ട് ആൻഡ് പെപ്പർ ഈ ഐറ്റംസ് നമ്മൾ കഴിച്ചു. സൂപ്പറായിരുന്നു. ഈ കൊത്ത് ദോശ മടക്കാനൊരു പ്രത്യേകമുണ്ട്. ത്രികോണമായത്, ത്രികോണം സൂപ്പറായി. ഓക്കെ. വല്ലുള്ളാടി യൂട്യൂബ് ചാനലാണ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളത് എല്ലാവരും ഹായ് പറയൂ. എല്ലായിടത്തും ചമ്മലുണ്ടാ? ഞങ്ങളെ പതുക്കെ പോകുന്നതൊന്നുമില്ല. ഗോലി സോഡ ഗോലി സോഡ ഉണ്ട് ഇവിടെ. പണ്ടത്തെ ഗോലി സോഡ അല്ലേ? അതെ 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 അതെ. ഇപ്പോഴൊന്നും അങ്ങനെ കിട്ടാനില്ല. 2-3 പറയാം. ഞങ്ങൾ വല്ലുള്ളാടി യൂട്യൂബ് ചാനൽ വരികയാണ്. എന്നാൽ നമ്മൾ നല്ലൊരു ആംബിയൻസ് സൂപ്പറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. നമ്മൾ ജസ്റ്റ് എടുക്കാൻ വിചാരിച്ചു വന്നാണ്. പിന്നെ സൂപ്പറായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ ഇംഗ്ലണ്ട് ചെയ്തു. അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും നമ്മളൊന്ന് കട പരിചയപ്പെടുത്താമല്ലോ. ഞങ്ങൾ ചന്ദ്രാപിന്നെയാ, ആ പണിക്കന്മാരില്ലേ അവിടെ.
വല്ലു ലാഡു. ഇവിടെ സ്പെഷ്യൽ എന്താ? ഗോളിയിലെ ഗോലി സോഡ ഉണ്ടല്ലേ. ഓ കഴിഞ്ഞു അല്ലേ? നമ്മളെ പേരെന്താ? ഉണ്ടല്ലേ. എൻ്റെ പേര് സ്നാക്സ് ഒക്കെ കഴിഞ്ഞു അല്ലേ? ഗോലി സൂപ്പർ പണ്ടത്തെ അല്ലേ ഗോലി സോഡ. ഗോലി കാണാറുണ്ടോ? ഇതൊന്നും ഇങ്ങനെ ആരും കാണാറില്ല, എവിടെയും കാണാറില്ല. എന്തായാലും ഗോലി സോഡ സൂപ്പറാണ്. ഓരോരോ ഫ്ലേവറാണ്. പണ്ടൊക്കെ വെറുതെ ഒരു ഇത് കിട്ടും. പൈനാപ്പിൾ, ഗ്രീൻ ആപ്പിൾ, സ്ട്രോബെറി, ലൈമ്, ഓക്കെ. അത് നമുക്ക് ഒരു ഗ്രേപ്പ് വേണം, ഒരു പൈനാപ്പിള്. ആള് പറയും. സ്പെഷ്യൽ ടീസ് ഉണ്ട് നമ്മളെ അടുത്ത്. അതാണെങ്കിലും പിന്നെ ഇപ്പോൾ സാഫ്രോൺ ടീ വന്നിട്ടുണ്ട്. രണ്ടെണ്ണം എടുത്തോ. പൊടി കേട്ടോ. ആ ആ കാല് പിടിച്ചേ. ആ ആ കൊണ്ടുകൊടുക്ക്. സ്പെഷ്യലായിട്ട് എടുത്തോന്ന് മസാല ടീ. സ്പെഷ്യൽ ഏതാ ഇവിടെ? ടീ ഇല്ല, നമ്മളെ ഹോട്ട് ചോക്ലേറ്റ് നമ്മൾ സ്പെഷ്യലാണ്. അത് പറഞ്ഞെടുത്തോ. ഒരു ഹോട്ട് ചോക്ലേറ്റ്. എല്ലാവരും ഒന്ന് ഹായ് പറയൂ വല്ലൂല്ലാരും യൂട്യൂബ് ചാനലിന് വേണ്ടിയിട്ട്. നിങ്ങളെവിടെയുള്ളതാ? പനാപ്പള്ളി. എന്ത് പേര്? നമ്മളെ നമ്മളെ കഴിക്കാൻ വേണ്ടി വന്നാ കഴിക്കാൻ വേണ്ടി വന്നാ കഴിച്ചാ എങ്ങനെയുണ്ട്? സൂപ്പറായില്ലേ? ഞങ്ങള് വല്ലു ലാഡു. വല്ലു ലാഡു ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താ. ഓക്കെ ശരി. അപ്പൊ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാട്ടാ. ഓക്കെ. ടീ സ്റ്റോർ. എതുക്ക് എതുക്ക് സബ്സ്ക്രൈബേഴ്സിന് കിട്ടി. എന്റെ 500 സബ്സ്ക്രൈബറാണ്. ഓക്കെ സൂപ്പർ. ആ മാസ്ക് ഒന്ന് മാറ്റിക്കോ. ആ വാടാൻപുള്ളിയാ. ഓക്കെ. എന്ത് ചെയ്യണ്? ഞാൻ പഠിക്കുന്നത്. ആ ഇവരൊക്കെ പഠിപ്പ് എല്ലാവരും അല്ലേ? എന്തായാലും നാളെ തന്നെ നിങ്ങളെ കാണാം. അപ്പോൾ വളരെ നന്ദിയുണ്ട് കേട്ടാ. ഞങ്ങൾ ഷെയർ ചെയ്യുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഞങ്ങള് വലിയ വലിയ താരങ്ങളാകുമ്പോൾ നിങ്ങൾക്ക് പറയാലോ. അന്ന് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടാവില്ല. ശരി കേട്ടാ. ഓക്കെ. കൊത്തു ദോശ റയറല്ലേ? അപ്പോൾ അതേ നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ രാജേട്ടൻ കൊത്ത് ദോശ ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ. ചിക്കൻ്റെ ഐറ്റംസുകളൊക്കെ ഭയങ്കര ടേസ്റ്റി ആയിട്ടാ. കുറേ ക്വാണ്ടിറ്റി കൂടുതലാണ്. പക്ഷെ കുഴപ്പമില്ല, നമുക്ക് പൈസ കൊടുത്തോണ്ട് കുഴപ്പമില്ല. നല്ല ക്വാളിറ്റിയുള്ള ക്വാണ്ടിറ്റിയുള്ള സാധനങ്ങൾ ക്വാണ്ടിറ്റി കൊടുക്കാണ്ട് ശരിയല്ല. നമ്മൾ കഴിക്കാൻ പോകുമ്പോൾ നമ്മളും ചോദിക്കാറുണ്ട്. പൈസ വാങ്ങുന്നതിനുള്ള സാധനം കൊടുക്കാറുണ്ട്. ഇത് കൊത്തു ദോശ അല്ലേ? കൊത്തു ദോശ. ചിക്കൻ്റെ ചിക്കനാ ബീഫോ? ചിക്കൻ. ചിക്കൻ്റെ ബീഫിൻ്റെ ഉണ്ട്. നമ്മൾ ചിക്കൻ്റെയാണ് പ്രിഫർ ചെയ്തിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലല്ലോ. ഞാനൊരു ചാനൽ പറഞ്ഞു ചെറിയൊരു അതെ എടുത്തു വെച്ചു.
ആ അത് മുഴുവൻ മസാല ഇട്ടിരിക്കുന്നത് കേട്ടോ. വെജിറ്റബിൾസ് ഇട്ടു. വേണ്ട നമ്മളെ ദോശ കണ്ടില്ലേ കൊത്തിയത്, അതെ നമ്മളെ വെജിറ്റബിൾസ്, പിന്നെ റോൾ മസാല, മുഴുവൻ മസാല കൂടി ഇട്ടിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊത്തിയരിഞ്ഞ പോലെയാക്കി. പ്രത്യേക ഒരു സംഭവം അല്ലേ? അത് വളരെ സ്പെഷ്യലാണ്. മുട്ടയാണോ സംശയമുണ്ട്. മുട്ടയുടെ വെള്ളം മാത്രമേ ഉള്ളൂ. മുട്ടയുടെ വെള്ളം മാത്രമേ ഉള്ളൂ. ചിക്കൻ മിക്കവരുണ്ടാക്കുന്നത്. മയോണീസ്, ടൊമാറ്റോ സോസ് എല്ലാതും ഇട്ടിട്ട് ഒരു കുത്ത. താളത്തോട് കൂട്ടുള്ള ഒരു കൊത്തു ദോശ സെറ്റാക്കിയിട്ട് നമ്മുടെ രാജേട്ടൻ കൊത്തി സെറ്റാക്കുന്നുണ്ട്. പ്രത്യേക താളത്തിലേക്ക് രാജേട്ടൻ കൊത്തു ദോശ കൊത്തി സെറ്റാക്കി തരുന്നത്. ഇനി സാൾട്ട് ആൻഡ് പേപ്പർ ഇടും, കുരുമുളകും ഉപ്പും. എക്സ്ട്രാ കുറച്ച് സാൾട്ട് ആൻഡ് പേപ്പറൊക്കെ ഇട്ട് സെറ്റാക്കി പിന്നെയും കൊത്തും. രണ്ട് ടീസ്പൂൺ വേണം. അപ്പോൾ കൊത്തു ദോശ എങ്ങനെയുണ്ട്? കൊത്തു ദോശ ഒന്ന് കഴിച്ചിട്ട് നമുക്ക് പറയാം. എങ്ങനെയുണ്ട് നോട്ടെ? കൊത്തു ദോശ. അപ്പോൾ നമ്മൾ കൊത്തു ദോശ എങ്ങനെ ഉണ്ടാകും നോക്കാം. കൊത്തു പൊറോട്ട ഞാൻ കഴിച്ചിട്ടുള്ളൂ, കൊത്തു ദോശ നോക്കിയിട്ടില്ല. എന്തായാലും വെറൈറ്റീസ് ഇഷ്ടം പോലെയുണ്ട്. നമ്മളെ ഫുസോ, അവിടുത്തെ നമ്മളെ 3 കടകളാണ് ഞങ്ങൾ ഫ്യൂസോ 3 കടകളാണ് നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് മക്കാനി, മല്ലൂസ് മക്കാനി, ഒന്ന് മറ്റേതിട്ടാ ഫീസ്റ്റ് ഹൗസ്, പിന്നെ നമ്മളുടെ ടീ സ്റ്റോറീസ്. അങ്ങനെ 3 കടകളാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ഓരോരോ കടകൾ ഇനിയും വരാനുണ്ട്. നമുക്ക് വരാം.
ഇന്നോഗ്രേഷൻ ഉണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ബോബി ചെമ്മണ്ണൂരാണ് വരാൻ പോകുന്നതാണ് പറയുന്നത്. അപ്പോൾ ഓണർ ഞങ്ങൾ പരിചയം ഉണ്ടായിരുന്നു. ആൾ പറഞ്ഞു ഇനിയും വരാനുണ്ട്, അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഓണർ നമ്മളെ മുന്നിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും കാരണം സൂപ്പർ വെറൈറ്റീസ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ടോണിക്കിൻ്റെ പണ്ടത്തെ ടേസ്റ്റ് പണ്ടത്തെ സോഡ അങ്ങനെയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായി വിചാരിക്കണം. അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യാം കേട്ടോ. അപ്പോൾ വല്ലു ലാഡൂസ് യൂട്യൂബ് ചാനലിന് വേണ്ടി എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം. എന്തായാലും എല്ലാവരും കാണണം. പിന്നെ അത് മാത്രമല്ല, അതിൽ കൂടെ പോവുകയാണെങ്കിൽ എന്തായാലും ഈ ഫ്യൂസോ അവിടേക്കൊന്ന് കയറിയിട്ട് കുട്ടികൾക്കാണെങ്കിൽ ഒന്ന് അവിടെ ടർഫിൽ കളിക്കുകയും ചെയ്യാം. ജസ്റ്റ് എന്തായാലും ഫുഡൊക്കെ അടിച്ച് സൂപ്പറായിട്ട് എൻജോയ് ചെയ്യാം. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പോയേ പറ്റൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, ടേക്ക് കെയർ, എല്ലാവരും ശ്രദ്ധിക്കുക. ഓക്കെ കേട്ടോ. ഓക്കെ, ബൈ.